നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് വലുതാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന സമസ്യകൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ചെറുതാകും. എന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ ലക്ഷ്യത്തിനോടുള്ള ആർജവം അവ രണ്ടും ചെറുതാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന സമസ്യകൾ നിങ്ങൾക്ക് വലുതായി അനുഭവപ്പെടും. ജീവിതത്തിൽ വരുന്ന കഠിനമായ സാഹചര്യങ്ങളെ തനിക്ക് മുന്നോട്ട് ചവിട്ടി കയറുവാനുള്ള പടവുകളായി കരുതുന്നവർ മാത്രമാണ് ചരിത്രത്തിൽ വിജയിച്ചിട്ടുള്ളത്. വിദഗ്ധനായ ഒരു ശില്പിയുടെ കൈകളിൽ ലഭിക്കുകയാണെങ്കിൽ ഉപയോഗശൂന്യമായ കരിങ്കല്ല് പോലും മനോഹരമായ ശില്പമാകുന്നതാണ്. അതുപോലെ തന്നെ സമസ്യകൾ ഏത് വിധത്തിലുള്ളവയാണെങ്കിലും നിങ്ങൾ സമർത്ഥനായൊരു പോരാളിയാണെങ്കിൽ ആ സമസ്യകൾ നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള വളമായി മാറുന്നതാണ്. അതുകൊണ്ട് സമസ്യകൾ മുന്നിൽ വരുമ്പോൾ ഭയത്തിന്റെ വികാരങ്ങൾ കയ്യിലെടുക്കാതെ അവസരങ്ങളുടെ ആയുധങ്ങൾ കയ്യിലെടുക്കൂ. എങ്കിൽ സമസ്യകൾ നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള പടവുകളായി മാറും. ഏതെങ്കിലും ഒരു കാര്യത്തിനോട് നിങ്ങൾക്ക് അസംഭവ്യം എന്ന തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ചു നോക്കിയില്ല എന്നതാണ് അർത്ഥം. ഒരുപക്ഷെ നിങ്ങൾ അസംഭവ്യം എന്ന് കരുതി മാറ്റിവെച്ച കാര്യത്തിനോട് നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ ആ കാര്യം നിങ്ങളെക്കാൾ ചെറുതായി മാറുന്നതായിരിക്കും. കാര്യങ്ങളെ അസംഭവ്യമെന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ കാര്യങ്ങളിലേക്ക് കാൽ വെച്ചിറങ്ങും. ഒരുപക്ഷെ നിങ്ങൾ സ്തംഭിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമസ്യയുടെ രൂപം വലുതായി അനുഭവപ്പെടും. നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സമസ്യ ചെറുതായി മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ എത്ര തന്നെ പഠിക്കുകയാണെങ്കിലും അനുഭവത്തിലൂടെ പഠിക്കുന്നത്രയും നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ നിങ്ങൾ അനുഭവങ്ങൾ സമ്പാദിക്കുന്നത് കഠിനമായ സാഹചര്യങ്ങളിലൂടെ മുന്നേറുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് വിജയിക്കുവാൻ വേണ്ടി മാത്രമല്ല, അനുഭവങ്ങൾ കൊണ്ട് ശക്തമാകുവാൻ വേണ്ടി കൂടി നിങ്ങൾ കഠിനമായ സാഹചര്യങ്ങളിലേക്ക് ചുവട് വെച്ചിറങ്ങും. സമസ്യ എന്ന ഭീകരനെ തളയ്ക്കുവാനുള്ള ഒരേയൊരു ഉപായം നിർണയം എന്ന കയറാണ്. നിങ്ങളുടെ നിർണയം ശക്തമാണെങ്കിൽ സമസ്യകളെ പിടിച്ചുകെട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസം എന്തെന്നാൽ കൃത്യമായ സാഹചര്യങ്ങളിൽ ശക്തമായ നിർണയങ്ങൾ എടുക്കുക എന്നതാണ്. എന്നാൽ വികാരാധീനമായ മോഹാധീനമായ ഒരു മനസ്സിൽ ശക്തമായ നിർണയങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ നിന്നും മോഹത്തെയും ചപല വികാരങ്ങളെയും നീക്കം ചെയ്യുവാൻ പരിശ്രമിക്കൂ. നിർണയങ്ങളെ ശക്തമാക്കുവാൻ ശ്രമിക്കൂ. ഈ ഒരു നിയമം മനസ്സിൽ കൊണ്ടു നടക്കുക. സമസ്യ നിങ്ങളെ സമാപ്തമാക്കുന്നതിന് മുൻപ് സമസ്യയെ നിങ്ങൾ സമാപ്തമാക്കണം. നിങ്ങളൊരു സമസ്യയെ സമാപ്തമാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമല്ല, മുഴുവൻ പ്രപഞ്ചത്തിനും ഉപകാരപ്രദമായി മാറുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകയായി മാറുന്നതാണ്. എന്നാൽ നിങ്ങൾ ഒരു സമസ്യയുടെ മുന്നിൽ പരാജയപ്പെടുകയാണെങ്കിൽ തലമുറകളിലേക്ക് പരാജയത്തിന്റെ ആവേശമായിരിക്കും നിങ്ങൾ നൽകുന്നുണ്ടാവുക. അതുകൊണ്ട് നിങ്ങളുടെ തലമുറകളെ സംരക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ സമസ്യകളെ സമാപ്തമാക്കുന്ന ശീലമുണ്ടാക്കൂ. സമസ്യകളിൽ സ്വയം സമാപ്തമായി പോകരുത്. ചിന്തകളെ അനാവശ്യമായി ഒഴുകാൻ അനുവദിക്കാതിരിക്കുക. അനാവശ്യമായി ഒഴുകിപ്പോകുന്ന നദി ആർക്കും തന്നെ ഉപയോഗമില്ലാതെ കടലിൽ ചെന്ന് പതിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ തടയണകൾ പണിയുകയാണെങ്കിൽ നദികളെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ സ്വന്തം ചിന്തകൾക്ക് തടയണകൾ ഉണ്ടാക്കൂ. ചിന്തകളെ അനാവശ്യമായി ഒഴുകിപ്പോകാൻ അനുവദിക്കാതിരിക്കൂ. അനാവശ്യമായി ഒഴുകുന്ന സ്ഥലത്തേക്കെല്ലാം ചിന്തകളെ തടഞ്ഞു നിർത്തി മനസ്സിനെ ഒരു തടയണ പോലെയാക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ മനസ്സിന്റെ കരുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. അനാവശ്യമായി ചിന്തകളെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് ദുർബലമായിരിക്കും. അനാവശ്യമായി വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾക്ക് ഒരു ശക്തിയും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അനാവശ്യമായി തന്റെ കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾക്ക് യാതൊരു ബലവും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്റെ ഇന്ദ്രിയങ്ങളെയും വാക്കുകളെയും മനസ്സിനെയും അനാവശ്യമായ ഒരു കാര്യങ്ങളിലേക്കും ചലിപ്പിക്കാതെയിരിക്കൂ. എങ്കിൽ നിങ്ങൾ ശക്തമായി മാറും. ശക്തിമാൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ ഒന്നിനു വേണ്ടിയും യാചിക്കുകയില്ല. അത് ധനത്തിനായാലും ശരി, സംതൃപ്തിക്കായാലും ശരി, സ്നേഹത്തിനായാലും ശരി. നിങ്ങൾ എന്നാണോ യാചന അവസാനിപ്പിക്കുന്നത് അന്നാണ് നിങ്ങൾ ആന്തരികമായി സമ്പന്നനാകുന്നത്. അന്നാണ് നിങ്ങൾ ശക്തമാകുന്നത്. ഒരു യോദ്ധാവ് യുദ്ധകളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കയ്യിൽ വാളും പരിചയമുണ്ടായിരിക്കും. വാള് തന്റെ പ്രതിയോഗികളെ വെട്ടിവീഴ്ത്തുവാനും പരിച തന്റെ പ്രതിയോഗികളിൽ നിന്ന് വരുന്ന വെട്ടുകളെ തടയുവാൻ വേണ്ടിയുമാണ്. ഇതുപോലെ ജീവിതത്തിൽ എപ്പോഴും തന്റെ മനസ്സിൽ ഒരു വാളും പരിചയം കൊണ്ടു നടക്കണം. തന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള ആശയങ്ങളായിരിക്കണം വാള്. തന്റെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കണം പരിച. ജീവിതത്തിൽ വരുന്ന ദുർഘട സാഹചര്യങ്ങളെ തടയുവാനുള്ള പരിചയം
ജീവിതത്തിൽ നല്ല മാർഗങ്ങളെ വെട്ടിത്തെളിക്കുവാനുള്ള വാളും കയ്യിലുള്ള വ്യക്തി മാത്രമേ വിജയം അർഹിക്കുന്നുള്ളൂ. അമിതമായ ശുഭാപ്തി വിശ്വാസവും അമിതമായ ആത്മവിശ്വാസവും അമിതമായ ആവേശവും നിങ്ങളെ അപകടത്തിൽ കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് എത്രയാണോ നിങ്ങളുടെ കരുത്ത് അത്രമാത്രം നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. എത്രമാത്രമാണോ ഭാവിയിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളത് അത്രമാത്രം ശുഭാപ്തി വിശ്വാസം കൊണ്ടു നടക്കുക. എത്രമാത്രമാണോ നിങ്ങളുടെ കരുത്തും ബുദ്ധിയും പ്രവർത്തിക്കുന്നത് അത്രമാത്രം ആവേശം കാണിക്കുക. അമിതമായ ആവേശവും അമിതമായ ആത്മവിശ്വാസവും അമിതമായ ശുഭാപ്തി വിശ്വാസവും കൊണ്ടു നടക്കുന്നവർ സമർത്ഥരല്ല, മൂഢന്മാരാണ്. ആപത്ത് നിറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് ആവേശത്തോടെ കയറി ചെല്ലുവാൻ ഒരു വിഡ്ഢിക്കും സാധിക്കും, ഒരു യോദ്ധാവിനും സാധിക്കും. എന്നാൽ ഒരു വിഡ്ഢി അവിടേക്ക് കയറി ചെല്ലുക മാത്രമേ ഉള്ളൂ, തിരിച്ചിറങ്ങി വരികയില്ല. എന്നാൽ ഒരു സമർത്ഥനായ യോദ്ധാവ് കയറി പോവുകയും ചെയ്യും, കാര്യം സാധിച്ച് തിരിച്ചിറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഒരു വിഡ്ഢിയാകരുത്, സമർത്ഥനായ യോദ്ധാവാകൂ. ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലേക്കും നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവ നിങ്ങൾക്കൊരു ബന്ധനമാകാതിരിക്കുവാൻ സൂക്ഷിക്കുക. ആ ഘട്ടം കടന്ന് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പുവരുത്തുക. മോഹത്തിന്റെ കയറുകളിൽ എവിടെയും നിങ്ങൾ സ്വയം ബന്ധിക്കപ്പെടാതിരിക്കുക. ഇത് ധീരനായൊരു വ്യക്തിയുടെ പ്രധാന ചിന്താഗതിയായിരിക്കണം. മരണത്തിന് ശേഷം നിങ്ങൾക്കൊരു ജീവിതമുണ്ടോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ മരണത്തിന് മുൻപ് നിങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. കഠിനതകൾ നിങ്ങളെ ദുർബലപ്പെടുത്തുവാൻ വരുന്നതല്ല, കഠിനതകൾ നിങ്ങളെ ശക്തമാക്കാൻ വരുന്നതാണ്. കഠിനതകൾ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം, തീയിൽ കുരുത്തത് മാത്രമേ വെയിലത്ത് വാടാതിരിക്കൂ എന്ന്. ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കുക, ഈ ലോകത്തിലുള്ള ഒരു സമസ്യയും മനുഷ്യന്റെ ശക്തിക്ക് മുന്നിൽ വലുതല്ല. മനുഷ്യനൊന്ന് ശ്രദ്ധിച്ചിറങ്ങുകയാണെങ്കിൽ ഏത് സമസ്യയും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കും. കാരണം സമസ്യകൾ വളരുന്നതിനേക്കാൾ വേഗത്തിൽ മനുഷ്യന് വളരുവാനുള്ള കഴിവുണ്ട്. സമസ്യകൾക്ക് ചിന്തിക്കുവാനുള്ള കഴിവില്ല, മനുഷ്യനതുണ്ട്. എന്നാൽ കൂടുതലും മനുഷ്യർ ചെയ്യുന്ന തെറ്റെന്തെന്നാൽ സമസ്യകൾക്ക് മുന്നിൽ സ്തംഭിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. മുന്നിൽ സമസ്യകൾ വരുന്ന ഘട്ടത്തിൽ ഉടനെ തന്നെ ആ സമസ്യയെ പരിഹരിക്കുവാനുള്ള ഉപായങ്ങൾ അന്വേഷിക്കുകയാണ് വേണ്ടത്. എന്നാൽ അതിനു മുൻപ് തന്നെ വികാരാധീനമാകുന്ന മനസ്സ് സമസ്യകളെ പരിഗണിച്ചുകൊണ്ട് ദുഃഖിക്കുവാൻ ആരംഭിക്കുന്നു. എന്നാൽ സമസ്യകൾക്ക് മുന്നിൽ ദുഃഖിക്കാതെ ആരാണോ സമസ്യകളെ നേരിടുവാനുള്ള ശക്തി ആർജിക്കുന്നത് അവർക്ക് മാത്രം വിധിച്ചിട്ടുള്ളതാണ് വിജയം. നിങ്ങൾ കോപിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ മുന്നോട്ട് പോകുവാനുള്ള വഴികളൊന്നും തന്നെ തുറന്നു വരികയില്ല. എന്നാൽ നിങ്ങൾ ശാന്തമായിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അനേക വഴികൾ തെളിയുന്നതായിരിക്കും. ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടും തന്റെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതെ വിജയം കൈവരിച്ചവരുടെ പേര് മാത്രമാണ് നാം ചരിത്രങ്ങളിൽ പഠിക്കുന്നത്. നിങ്ങൾ ചരിത്രം പഠിക്കുന്നവരായി മാറണോ അതോ ചരിത്രം നിർമ്മിക്കുന്നവരായി മാറണോ എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കും. ജ്ഞാനം പ്രചണ്ഡം രാജനിതജ്ഞ